ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. നമ്മുടെ മുഹീദ്ദീൻ മാല ക്ലാസ് തുടരുന്നു. ആലം ഉടയവൻ ഏകല്ലാരുളാലേ ആയ മുഹമ്മദ് അവർ ഗീള ആണോവർ. ആലം ഉടയവൻ, ആലം എന്ന് പറഞ്ഞാൽ ലോകം, ലോകം ഉടയവൻ എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ അധിപനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകൽ അരുളാലെ അവന്റെ മുൻ വിധി പ്രകാരം, അവന്റെ മുമ്പേ നിശ്ചയിച്ച ഖളാ പ്രകാരം ആയ മുഹമ്മദ് അവർ ഗിള ആണോവർ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്താന പരമ്പരയിലാണ് മഹാനായ ശൈഖ് അവറുകൾ ജനിച്ചിട്ടുള്ളത് എന്നാണ് ഈ വരിയിലൂടെ മഹാനവറുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യമായി പഠിക്കാനുള്ളത് എന്താണ് അഹ്ലു ബൈത്ത്, അല്ലെങ്കിൽ ആരാണ് നബി കുടുംബം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, തങ്ങന്മാർ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 7 മക്കളാണ് ഉണ്ടായിരുന്നത്. 4 പെൺകുട്ടികളും 3 ആൺകുട്ടികളും. ഈ 3 ആൺകുട്ടികളും ചെറുപ്രായത്തിൽ തന്നെ വഫാത്തായി പോയിട്ടുണ്ട്. പിന്നീട് ശിഷ്ടമുള്ള 4 പെൺകുട്ടികളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അതിൽ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അല്ലാത്ത മറ്റു പെൺകുട്ടികൾക്ക് സന്താന പരമ്പര നിലനിൽക്കുന്ന രൂപത്തിൽ ആൺകുട്ടികൾ ഉണ്ടായിട്ടില്ല. ഫാത്തിമ ബീവിക്ക് റളിയല്ലാഹു അൻഹക്ക് മാത്രമേ സന്താന പരമ്പര നിലനിൽക്കുന്ന രൂപത്തിൽ ആൺകുട്ടികൾ ഉണ്ടായിട്ടുള്ളൂ. ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചത് അലി റളിയല്ലാഹു അൻഹു ആണ്, നമുക്കെല്ലാവർക്കും അറിയാം. അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ 6 കുട്ടികളാണ് ഉണ്ടായത്. 3 പെൺകുട്ടികളും 3 ആൺകുട്ടികളും. അതിൽ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു, അതുപോലെ മുഹ്സിൻ റളിയല്ലാഹു അൻഹു, ഇങ്ങനെ 3 ആൺകുട്ടികളാണ്. അതുപോലെ റുഖിയ റളിയല്ലാഹു അൻഹു, സൈനബ് റളിയല്ലാഹു അൻഹു, ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹു, ഇങ്ങനെ 3 പെൺകുട്ടികളും. ഇതിൽ റുഖിയ റളിയല്ലാഹു അൻഹയും അതുപോലെ തന്നെ മുഹ്സിൻ റളിയല്ലാഹു അൻഹയും ചെറുപ്രായത്തിൽ തന്നെ വഫാത്തായി പോയിട്ടുണ്ട്. പിന്നീട് സൈനബ് റളിയല്ലാഹു അൻഹു, ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹു എന്നീ 2 സഹോദരിമാരാണ് ഉണ്ടായിരുന്നത്. അതിൽ സൈനബ് റളിയല്ലാഹു അൻഹുവിന് സന്താന പരമ്പരകൾ ഉണ്ട്, ഇന്നും നിലനിൽക്കുന്ന സന്താന പരമ്പര ഉണ്ട്. പക്ഷേ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ സന്താന പരമ്പരയുടെ അത്ര മഹത്വം അതിനുണ്ടാവുകയില്ല. കാരണം ഫാത്തിമ ബീവിയുടെ ഒരു പെൺകുട്ടിയുടെ മക്കളാണല്ലോ വരുന്നത്. നേരെ മറിച്ച് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ നേരെ ആൺകുട്ടിയുടെ മക്കളാണ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു, ആ സന്താന പരമ്പര വരുന്നത്. അതുകൊണ്ട് തന്നെ ഹസൻ ഹുസൈനി തറവാട്ടിലുള്ള ആളുകളുടെ മഹത്വം ബഹുമാനപ്പെട്ട സൈനബ് ബീവി റളിയല്ലാഹു അൻഹയുടെ ആ പരമ്പരയിൽ വരുന്ന ആളുകൾക്ക് ഇല്ല എന്ന് മാത്രം. അത് എന്ന സമയം അതിന് മഹത്വമില്ല എന്നല്ല, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്താന പരമ്പരയാണ് എന്ന മഹത്വം അതിനുണ്ട്, ഇന്നും അത് നിലനിൽക്കുന്നതാണ്. അപ്പോൾ മഹാനായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഈ സന്താന പരമ്പരയിലൂടെ വരുന്നവർക്കാണ് നമ്മൾ സാധാരണ തങ്ങന്മാർ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇതിന് അടിസ്ഥാനം എന്നാണ് നമ്മൾ ഇനി അടുത്ത് പരിശോധിക്കാൻ പോകുന്നത്. മഹാനായ ഇമാം മുസ്ലിം റഹിമഹുല്ലാ അവിടുത്തെ സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിക്കുന്ന 2404 ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ, അതുപോലെ അലി റളിയല്ലാഹു അൻഹു, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്നീ 4 പേരെ വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹഉലഇ മിൻ അഹ്ലി ബൈത്തി, ഇതെന്റെ അഹ്ലു ബൈത്താണ് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലും മറ്റു പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലും പണ്ഡിതന്മാർ പറഞ്ഞു, ഏറ്റവും പ്രബലമായ അഭിപ്രായം എന്ന് പറയുന്നത്, ഇതിന്റെ ഇടയിൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുണ്ടെങ്കിലും ഏറ്റവും പ്രബലമായ അഭിപ്രായം എന്ന് പറയുന്നത് ഈ 4 പേരും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരും അവിടുത്തെ സന്താനങ്ങളും ഇതാണ് അഹ്ലു ബൈത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആരാണ് അഹ്ലു ബൈത്ത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്താന പരമ്പര ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുമോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്തിനാണ് നമ്മൾ ഇങ്ങനെ നോക്കേണ്ട ആവശ്യം? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബം, ആ തങ്ങളോട് സ്നേഹമുള്ള ഓരോരുത്തരും ആ തങ്ങന്മാരെ നമ്മൾ ബഹുമാനിക്കും. ഹബീബിനോട് എത്രത്തോളം സ്നേഹമുണ്ടോ ആ സ്നേഹത്തിന്റെ തോതനുസരിച്ച്, അവിടുത്തോടുള്ള നമ്മുടെ ബഹുമാനത്തിനനുസരിച്ച് അവിടുത്തെ പരമ്പരയിൽപ്പെട്ട ഏതൊരു വ്യക്തിയെ കണ്ടാലും നമ്മൾക്ക് അവരോട് ബഹുമാനവും സ്നേഹവും ആദരവും എല്ലാം പ്രകടിപ്പിക്കും. അത് ഈമാനുള്ളവന്റെ ലക്ഷണമാണ്. ഇനി ഖിയാമത്ത് നാൾ വരെ തങ്ങൾ കുടുംബം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്താന പരമ്പര ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകുമോ എന്നതാണ് ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്.
ഇമാം മുസ്ലിം റഹിമഹുല്ല ഉദ്ധരിച്ച 2409 ഹദീസിൽ പറയുന്നത് കാണാം, വഅന താരിക്കും ഫീക്കും സഖലൈൻ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ, ഞാൻ നിങ്ങൾക്ക് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിട്ടേച്ചു പോവുകയാണ്. ഞാൻ ഈ ബർസഖിയായ ലോകത്തേക്ക് പോവുകയാണ്. അതിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അവ്വലുഹുമാ കിതാബുല്ലാഹി ഫീഹിൽ ഹുദാ വന്നൂർ. ഒന്നാമത്തത് അല്ലാഹുവിന്റെ കിതാബാകുന്ന ഖുർആനാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വിട്ടേച്ചു പോകുന്നത്. രണ്ടാമത്തതോ വഅഹ്ലു ബൈതി ഉദക്കിറുകുമുല്ലാഹ ഫീ അഹ്ലി ബൈതി സലാസ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാവശ്യം ഈ കാര്യം പറഞ്ഞു. ഉദക്കിറുകുമുല്ലാഹ ഫീ അഹ്ലി ബൈതി, നിങ്ങൾ എന്റെ അഹ്ലി ബൈത്തിനെ സൂക്ഷിക്കണേ. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് അഹ്ലു ബൈത്താണ്, എന്റെ കുടുംബമാണ്. ആ തങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ പരിഗണിക്കുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ കാര്യം വളരെ കൃത്യമായി. പരിശുദ്ധ ഖുർആൻ എന്നെന്നും അവശേഷിക്കുന്നതാണ്, ഖിയാമത്ത് നാൾ വരെ അവശേഷിക്കുന്നതാണ്. അതുപോലെ തന്നെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തങ്ങളുടെ കുടുംബവും എന്നെന്നും ഈ ലോകത്ത് അവശേഷിക്കുന്നതാണ്, ഖിയാമത്ത് നാൾ വരെ ഇവിടെ അവശേഷിക്കുമെന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ മാർഗദർശനത്തിന് വേണ്ടി വിശുദ്ധ ഖുർആനും എന്റെ കുടുംബത്തെയും ഞാൻ നിങ്ങൾക്ക് വിട്ടേച്ചു പോകുന്നു എന്ന് പറയുമ്പോൾ, ആ വിശുദ്ധ പരമ്പരയാകുന്ന തങ്ങന്മാർ ഖിയാമത്ത് നാൾ വരെ ഇവിടെ ഉണ്ടായിട്ടില്ല എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിട്ടേച്ചു പോയ, നമ്മുടെ ഹിദായത്തിന് ആവശ്യമായി വിട്ടേച്ചു പോയ കാര്യം നഷ്ടപ്പെട്ടു പോയി എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ തങ്ങൾ കുടുംബം എന്ന് പറയുന്നത്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പര എന്ന് പറയുന്നത് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകുമെന്ന് വ്യക്തമായി എന്ന് മനസ്സിലാക്കുന്നു. നമുക്കറിയാം, ഖിയാമത്ത് നാളിനോട് അനുബന്ധിച്ചുകൊണ്ട് മഹാനായ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു ഈ ലോകത്തേക്ക് വരികയും ഇവിടെ പല സംഭവ വികാസങ്ങൾ നടക്കുകയൊക്കെ ചെയ്യും. ഇത് ഖിയാമത്ത് നാളിന്റെ അടയാളമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മഹ്ദി ഇമാം എന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ആളാണ് എന്ന്. ബഹുമാനപ്പെട്ട അബൂ ദാവൂദ് റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അൽ മഹ്ദിയു മിൻ ഇത്രതി മിൻ ഔലാദി ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഫാത്തിമ ബീവിയുടെ പരമ്പരയിലൂടെ എന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ആളാണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഉറപ്പായി ഖിയാമത്ത് നാൾ വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പര ഇവിടെ നിലനിൽക്കുന്നതാണ്. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഈ തങ്ങന്മാരോടുള്ള ബഹുമാനത്തെക്കുറിച്ച് ഇസ്ലാം എന്തു പറയുന്നു എന്നുള്ളതാണ്. തങ്ങന്മാരോട് ബഹുമാനത്തെക്കുറിച്ച് ഒരുപാട് അധ്യാപനങ്ങൾ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ, ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും വിശുദ്ധ ഖുർആനും പരതിയാൽ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ആ ഒരു വിശാലമായ അധ്യായത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഒരൊറ്റ ഹദീസ് ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ കൊണ്ടുവന്ന ഒരൊറ്റ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു 3751 ഹദീസായിട്ട് കൊണ്ടുവരുന്നത് കാണാം. അതിൽ പറയുന്നു, മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല ഇർഖബു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ അഹ്ലി ബൈതിഹി. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൂക്ഷിക്കണം, അവിടുത്തെ കുടുംബത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി, അവിടുന്ന് പഠിപ്പിച്ചതായി അബൂബക്കർ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തെ പരിഗണിക്കണം. അവർ വലിയ മഹത്വമുള്ളവരാണ്. അവരെ ബഹുമാനിച്ചതുകൊണ്ടാണ് നമുക്ക് നാളെയുടെ രക്ഷ എന്ന് പഠിപ്പിക്കുന്ന ധാരാളം ഹദീസുകളും ധാരാളം വാചകങ്ങളും നമുക്ക് വിശുദ്ധ ഖുർആനും തിരു ഹദീസുകളും പരതിയാൽ കാണും. അപ്പോൾ അതെല്ലാവർക്കും അറിയുന്ന ഒരു സുപരിചിതമായ ഒരു കാര്യമായതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇവിടെ സ്മര്യ പുരുഷനായ ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവരുടെ മാതാവ് വഴി ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലേക്കും അതുപോലെ പിതാവ് വഴി ഹസൻ റളിയല്ലാഹു അൻഹുവിലേക്കും സന്താന പരമ്പര മുട്ടുന്നവരാണ്. അപ്പോൾ ബഹുമാനപ്പെട്ടവർ എല്ലാ നിലക്കും പാണ്ഡിത്യത്തിനും അതുപോലെ തന്നെ കുടുംബ മഹിമ കൊണ്ടും വളരെയധികം ആദരണീയമായ ഒരു വ്യക്തിത്വമാണ് എന്ന് നമുക്ക് മനസ്സിലായി. നമുക്കറിയാം, ഈ തങ്ങന്മാരുടെ കുടുംബത്തിലൂടെയാണ്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പരയിലൂടെയാണ് ഒരുപാട് ഔലിയാക്കന്മാരും ഒരുപാട് ഖുതുബുകളും അബ്ദാലുകളും എല്ലാം വലിയ വലിയ വിലായത്തിന്റെ പരിധി അലങ്കരിച്ച ഏതെല്ലാം മഹാന്മാരുണ്ടോ അതിൽ പ്രധാനികളെല്ലാം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പരയിലൂടെ വരുന്നവരാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പരയിൽപ്പെട്ട ഒരു തങ്ങളാണ്, ഒരു സയ്യിദാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. അതുകൊണ്ട് തന്നെ ആ മഹാന്റെ പൊരുത്തം നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവരുടെ പൊരുത്തം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അസ്സലാമു